ഹലോ നമസ്കാരം. ALG ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരു അടിപൊളി ഹാങ്ങിങ് ഇയറിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് കളറിലെ സെറാമിക് കുന്തൻ സ്റ്റോൺസും ഡ്രോപ്പ് ഷേപ്പ്, പിന്നെ പേൾ ചെയിൻ, പിന്നെ ഐ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണും ആണ്. അപ്പൊ ആദ്യം ഇത് സക്സസ്ഫുൾ ആവോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഓഫ് ക്യാമറ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ആ കാണുന്നത്. OHP ഷീറ്റിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആദ്യം ആ ഫ്ലവർ ഷേപ്പിലുള്ള പോർഷൻ ഇല്ലേ, അതാണ് കേട്ടോ ആദ്യം ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് സെറാമിക് കുന്തൻ സ്റ്റോൺ റൗണ്ട് ഷേപ്പിലുള്ളത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ചുറ്റും ഈ ഐ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഫ്ലവറിന്റെ ഷേപ്പിൽ. ഇനി നമ്മൾ ഫ്ലവർ ഷേപ്പിൽ ഉണ്ടാക്കില്ലേ, അതിന്റെ താഴേക്ക് ഇതുപോലെ ഒരു ഹാഫ് റൗണ്ട് വെച്ച് കൊടുക്കുവാണ് കേട്ടോ. അത് പേൾ ചെയിൻ ആണ് വെച്ചിരിക്കുന്നത്. ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞ് അവസാനം എത്തിയപ്പോഴാണ് കേട്ടോ കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആയില്ലെന്ന് എനിക്ക് മനസ്സിലായത്. ശ്രദ്ധിച്ചില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ആദ്യം ചെയ്തിരിക്കുന്നില്ലേ ഞാൻ, അത് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ എനിക്ക് കിട്ടി. പക്ഷേ രണ്ടാമത് ചെയ്തത് ഇച്ചിരി ബ്രോഡായി പോയിട്ടോ. അതുകൊണ്ട് രണ്ട് കമ്മലും രണ്ട് ഷേപ്പിലായി പോയിട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ചൊക്കെ ചെയ്യണേ. ഇനി ആ പേൾ ചെയിൻ്റെ ഒരു ലെയർ ഒട്ടിച്ചു കൊടുത്തില്ലേ, അതിന്റെ ചുറ്റും നമുക്ക് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഫ്ലവർ ഷേപ്പില്ലേ, അതിന്റെ റൈറ്റും ലെഫ്റ്റ് സൈഡിലേക്കും ഐ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. 4 കേട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. ഈ ഒരു സ്റ്റോണിന്റെ കളറിലുള്ള ക്രാക്കിൾ ബീഡ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു കളറിൽ തന്നെ ചെയ്തെടുത്തത്. അതാകുമ്പോൾ ക്രാക്കിൾ ബീഡ്സ് ഉപയോഗിച്ച് നമുക്ക് ഹാങ്ങിങ്സ് ഉണ്ടാക്കാമല്ലോ. 4 സ്റ്റോൺസ് ഒട്ടിച്ച് കഴിഞ്ഞില്ലേ, അതിന്റെ ഗ്യാപ്പിലായിട്ട് നമുക്ക് ഈ ഡ്രോപ്പ് ഷേപ്പിലുള്ള വൈറ്റ് സെറാമിക് കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, രണ്ട് കമ്മലും രണ്ട് ഷേപ്പായി പോയിട്ടോ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും ഞാൻ കമ്മലുണ്ടാക്കി പോയി. ഇനി അടുത്ത് നമുക്ക് 2 സ്റ്റഡ് കൂടെ ചെയ്തെടുക്കാം കേട്ടോ. അതിനുവേണ്ടി OHP ഷീറ്റിലേക്ക് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആദ്യം ഒരു ഡ്രോപ്പ് ഷേപ്പിലെ കുന്തൻ സ്റ്റോൺ ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അതിന്റെ അടിയിലായിട്ട് ഇതുപോലെ 3 ഐ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി റൗണ്ട് ഷേപ്പിലുള്ള സെറാമിക് കുന്തൻ സ്റ്റോൺ വെച്ച് ഞാൻ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ 2 സ്റ്റഡ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. എപ്പോഴും സാധാ ഫ്ലവർ ഷേപ്പിലുള്ള സ്റ്റഡല്ലേ ഉണ്ടാക്കുന്നത്, ഇച്ചിരി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് എഴുതിയാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തത്. ഇനി നമുക്ക് ലോറിയാൽസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ സെയിം കളറിലുള്ള ക്രാക്കിൾ ബീഡ്സ് ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം ഫ്യൂസ് വയർ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു 2 mm പേൾ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ക്രാക്കിൾ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ക്രാക്കിൾ ബീഡ് 8 mm ആണേ. ഇത് 8 mm ക്രാക്കിൾ ബീഡ് ആയതുകൊണ്ട് തന്നെ ഈ കമ്മലിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ 2 ബീഡ്സ് ഇവിടെ കോർത്തെടുത്തതിന് ശേഷം ഞാനിവിടെ റൗണ്ട് നോസ് പ്ലയർ ഉപയോഗിച്ച് ഇത് നല്ല ടൈറ്റ് ആയിട്ട് പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ 2-3 പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുക്കുക. ചുറ്റി കൊടുത്തു കഴിഞ്ഞ് എക്സസ് ആയിട്ട് വരുന്ന കമ്പിയില്ലേ, അതങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ടുള്ള ലോറിയാൽ ഇവിടെ ഉണ്ടായി കിട്ടും. ഇതുപോലെ തന്നെ എത്രയാണോ ആവശ്യം അത്രയും ചുറ്റിയെടുക്കുക കേട്ടോ. ഒരു കമ്മലിന് ഞാൻ 7 ആണ് എടുത്തത്. അപ്പൊ ടോട്ടൽ 14 ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈ ആകാൻ വെച്ച ഹാങ്ങിങ് പോർഷനും സ്റ്റഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പുറകിൽ ഐപ്പിൻസും സ്റ്റഡ് ബേസും ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. സ്റ്റഡിന്റെ പുറകിൽ ഒരു സ്റ്റഡ് ബേസും ഒരു ഐപ്പിനുമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഐപ്പിൻ ഹാങ്ങിങ് പോർഷനുമായിട്ട് ഇന്റർ കണക്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇങ്ങനെ 2 എണ്ണത്തിന്റെയും ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്ത് വാക്സ് പേപ്പർ അതിന്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എപ്പോഴും വാക്സ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ കമ്മൽ പെട്ടെന്ന് ചീത്തായി പോകാതെ നല്ല സ്റ്റേഡി ആയിട്ടിരിക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഹാങ്ങിങ് പോർഷനിൽ ഐപ്പിൻസ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഫ്ലവർ ഷേപ്പ് വരുന്നില്ലേ, അതിൻ്റെ അവിടെ മുകളിലേക്കും താഴേക്കും ഐപ്പിൻസ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. കാലിയായി കിടക്കുന്ന റൗണ്ട് സ്പേസിൽ അവിടെയും ഒരു ഹാങ്ങിങ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് 2 ഐപ്പിൻ ഒട്ടിക്കാൻ പറഞ്ഞത്. അത് 2 എണ്ണം ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് താഴേക്കുള്ളത് ഒട്ടിച്ചു കൊടുക്കാം. താഴെ ഞാൻ ആ വൈറ്റ് കളറിലെ കുന്തൻ സ്റ്റോൺ വരുന്നില്ലേ, ആ ഒരു പോർഷനിൽ 6 എണ്ണമാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. എല്ലാ ഐപ്പിൻസ് ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം വാക്സ് പേപ്പറും കൂടി ഒട്ടിച്ച് ഇത് ഡ്രൈ ആകാൻ വെക്കാം. ഒരു 24 hours അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് എങ്കിലും ഇത് ഡ്രൈ ആകാൻ വെക്കണം കേട്ടോ. ഞാനിത് ഡ്രൈ ആകാൻ വെച്ചതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അസംബിൾ ചെയ്യുന്നത്. ആദ്യം നമുക്ക് സ്റ്റഡ് പോർഷനിൽ ഐപ്പിൻ ഓപ്പൺ ചെയ്ത് കൊടുത്ത് ഹാങ്ങിങ് പോർഷൻ അതിലേക്ക് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 എണ്ണത്തിൻ്റെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഹാങ്ങിങ് പോർഷനിലുള്ള ലോറിയാൽസ് ആഡ് ചെയ്ത് കൊടുക്കാം ഓരോന്നോരോന്നായി. ആദ്യം ഞാൻ ആ ഫ്ലവർ ഷേപ്പിലെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഐപ്പിനാണ് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഒരു ലോറിയാൽ അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് താഴെയുള്ള ഐപ്പിൻസ് ഒക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്ത് ഓരോന്നോരോന്നായി ലോറിയാൽസ് ആഡ് ചെയ്ത് കൊടുത്ത് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ ആ ലോറിയാൽസ് ഉണ്ടാക്കിയെടുക്കലായിരുന്നു കേട്ടോ. അത് ഇത്തിരി ടൈം കൺസ്യൂമിങ് ആയിരുന്നു. 14 എണ്ണം ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ ഫൈനൽ ലുക്ക് ദേ അടിപൊളിയായിട്ടുണ്ട്. ആ ലോറിയാൽസ് വന്നപ്പോൾ തന്നെ ആ കമ്മലിന് എനിക്കൊരു ഭംഗിയാന്ന് നോക്കിയേ. അങ്ങനെ ഈ ചെയ്തെടുത്ത പോലെ തന്നെ രണ്ടാമത്തെ കമ്മലിന്റെയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കമ്മലിന്റെ ഫൈനൽ ലുക്ക് ഇവിടെ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ? ഇഷ്ടമായോ നിങ്ങൾക്ക്? ആ കമ്മലിന്റെ ഷേപ്പ് രണ്ടായി പോയത് കൊണ്ട് മാത്രം ഒരു വൃത്തികേടായി പോയില്ലേ? അല്ലെങ്കിൽ അടിപൊളി കമ്മലായിരുന്നു.
ഈ കമ്മൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണേ. ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരാട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.